ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഏറെ ശ്രദ്ധേയമായ ഒരു ചിന്ത ഈശോ നമ്മളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുകയാണ്. പിതാവും പുത്രനും തമ്മിലുള്ള ആത്മീയ ബന്ധത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങളൊക്കെയും നമ്മൾ ചിന്തിക്കുന്നത്. പിതാവ് എല്ലാ അധികാരവും വിധിക്കാനുള്ള അവകാശവും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനായ യേശു തമ്പുരാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ന്യായവിധി ലോകത്തിൻ്റെ മേലെ നടപ്പിലാക്കാനാണ്. ഈ ലോകം കടന്നുപോയ വഴികളിൽ അവരുടെ കുറവുകളും പോരായ്മകളും ഒക്കെ മനസ്സിലാക്കി കൊടുത്ത് തിരുത്താനും മനസ്സു മാറ്റാനും തയ്യാറായവർക്കൊക്കെ രക്ഷയുടെ മാർഗം കാണിച്ചു കൊടുത്ത് അവരെ അനന്തമായ സ്വർഗത്തിൻ്റെ പറുദീസയിലേക്ക് ആനയിക്കുവാൻ അവിടുന്ന് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പറഞ്ഞ് വളരെയേറെ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ ബോധ്യങ്ങളുടെ വഴികളിലൂടെ നടക്കാൻ ചിലരെങ്കിലും തയ്യാറായില്ല എന്നത് ഒരു വിരോധാഭാസമാണ്. ബൈബിളിൻ്റെ ഏടുകളിൽ എല്ലാവർക്കും രക്ഷയൊരുക്കാൻ കാത്തിരിക്കുന്ന യേശുനാഥൻ അതിൻ്റെ വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നിടുമ്പോൾ അത് ഉൾക്കൊള്ളുവാൻ ആഗ്രഹിക്കാത്ത ഒരു വിഭാഗം യേശുവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്നതാണ്. യേശുവിനെ ഒരു പ്രവാചകൻ എന്ന നിലയിലോ ഒരു ഗുരുനാഥൻ എന്ന നിലയിലോ ഒരു ദൈവപുരുഷൻ എന്ന നിലയിലോ ഒന്നും അംഗീകരിക്കാൻ തയ്യാറാകാത്ത കണിശമായ ഫരിസേയ നിയമജ്ഞ വിഭാഗം അവർ അതിന് ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല, തങ്ങളോട് കൂടെ ഉണ്ടായിരുന്നവരെ ക്രിസ്തു മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടെ ശ്രമിക്കുന്നുണ്ട്. ഈ വലിയ സമൂഹം യേശുനാഥനെ വിമർശിച്ച് കടന്നു പോകുമ്പോൾ യേശു കൃത്യമായി ഒരു കാര്യം പറയുന്നുണ്ട്: പിതാവിനെ ബഹുമാനിക്കുന്നവൻ പുത്രനെയും ബഹുമാനിക്കും, പുത്രനെ ബഹുമാനിക്കാത്തവൻ പിതാവിനെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നത് കാപട്യമാണ് എന്ന് യേശു ഓർപ്പിക്കുകയാണ്. ഈ ലോക ജീവിതത്തിൽ ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാനും ക്രിസ്തുവിനെ അനുഗമിക്കാനും മനസ്സ് കാണിക്കാത്ത ഫരിസേയ യഹൂദ പ്രമാണിത്വത്തിൻ്റെ വക്താക്കൾ ആ മാർഗം തന്നെ തെറ്റാണ് എന്ന് പറയുമ്പോൾ അവർ പിതാവുമായിട്ടുള്ള ബന്ധത്തിലും പാപത്തിൻ്റെ തെറ്റിൻ്റെ വഴിയിലാണ് എന്ന് തന്നെയാണ് ഈശോ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഓർമ്മിപ്പിക്കുക. അവിടുന്ന് ന്യായവിധി നടത്താൻ, ഈ ലോകത്തെ അതിൻ്റെ കുറവുകളിൽ ബലഹീനതകളിൽ കുറ്റം വിധിക്കാൻ അവ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന സത്യം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുമ്പോൾ അത് നമുക്ക് നൽകുന്ന ഒരു ഭീഷണിയാണ്, ഒരു മുന്നറിയിപ്പാണ്. ക്രിസ്തു മാർഗത്തിലൂടെ ചരിച്ചാൽ മാത്രമേ ആത്യന്തികമായ നിത്യരക്ഷ നമുക്ക് സ്വന്തമാക്കാനാകൂ എന്ന് തന്നെയാണ് തിരുവചനത്തിലൂടെ ഈശോ പറഞ്ഞു വയ്ക്കുക. അതുകൊണ്ട് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ മാർഗങ്ങൾ അത് സത്യമാർഗമാണെന്നും ക്രിസ്തു മാർഗമാണെന്നും ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഒരുപക്ഷെ യഹൂദരും നമ്മളും തമ്മിലുള്ള വലിയ വ്യത്യാസം നാം ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞതിന് ശേഷമുണ്ടായ ഒരു ജനറേഷൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ക്രിസ്തു മാർഗത്തിൽ ചരിക്കുക എന്നത് നമുക്ക് അത്രമേൽ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. യഹൂദരും ഫരിസേയരുമൊക്കെ വലിയൊരു മതവിഭാഗത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ അവർക്ക് അവരിൽ നിന്ന് വ്യത്യസ്തനായ ഒരു വ്യക്തിയായി പുത്രനായ യേശുവിനെ കാണുവാനും തദ്വാര ദൈവവും പുത്രനും തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കാനും ഒന്നും ആ കൂട്ടർ പരിശ്രമിക്കില്ല, മെനക്കെടില്ല എന്നത് അവരുടെ മതസംഹിത അവരുടെ മുമ്പിൽ ഉയർത്തുന്ന സാധ്യതയാണ്. നമുക്ക് ഈ തിരുവചനത്തിൻ്റെ പൊരുൾ ഉൾക്കൊള്ളാം. ജീവിതത്തെ ക്രിസ്തു മാർഗത്തിലൂടെ ചരിക്കാനുള്ള നല്ല തീരുമാനം നമുക്ക് അവന് വിട്ടുകൊടുക്കാം. യേശുനാഥൻ നമ്മൾ പ്രവർത്തിക്കട്ടെ. അവിടുന്ന് നമ്മൾ ശക്തമായ കരങ്ങൾ അനുഗ്രഹത്തിൻ്റെ വഴിയായിട്ട് തുറന്നു തരട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവെ, ക്രിസ്തു മാർഗത്തിലൂടെ ചരിക്കുവാൻ, ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിൻ്റെ പക്കലേക്ക് പരിശുദ്ധ ത്രിത്വ കൂട്ടായ്മയിലേക്ക് വളരുവാനും നടന്നെടുക്കുവാനും ഞങ്ങൾക്ക് ബലം തരണമേ എന്ന് ഹൃദയപരമാർത്ഥതയോടെ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം.
ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.